कृष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितोऽहमसगं कृष्णाय दत्तं मन कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्ति अचञ्चलास्तु भगवन् हे कृष्णतुभ्यं नमः ताम्रपाणिकमलप्रणयप्रदोदमा लोलहारमणिकुण्डलहेमसूत्रं नाविश्रमाम्बुगतमम्बुदनीलमव्यादाद्यं ധനഞ്ജയരഥാഭരണം മഹോന. ആരാധ്യരെ, സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, നാം ഇപ്പോൾ ഉദ്യോഗപർവത്തിലെ യുദ്ധോദ്യമം നിരൂപണം, യുദ്ധം ചെയ്യണമെന്ന് ഏതായാലും ഉറപ്പിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അവർ ഇനി എന്താ ചെയ്യണ്ടേ അങ്ങനെയുള്ളൊരു തീരുമാനം അവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നോക്കാമല്ലോ നമുക്ക്. ഗാന്ധാരി തനയനും തൂതരെ അയച്ചിതു ബാന്ധവമേറെയുള്ള മന്നവർ നാടുതോറും ധർമ്മജാതികൾക്കെല്ലാം അമ്മാമനായ ശല്യധർമ്മത്തിൻ പിഴയായി വാൻ സമ്മതമല്ലെങ്കിലും സമ്മതമില്ലാതൊരു പന്നകധ്വജനോടു സമ്മാനം വാങ്ങുകയാൽ 100 കൂട്ടത്തിലായി ശല്യരും ധർമാത്മജൻ തന്നെ കണ്ടുര ചെയ്തു. വല്ലാതെ വൈരികൾക്കു ബന്ധുവായി ചമഞ്ഞു ഞാൻ. ചൊല്ലിക്കൊള്ളുക വരം വേണ്ടുന്നതിന് എന്നാൽ ചൊല്ലിനാൻ മാദ്രേശനോട് അന്നേരം ധർമാത്മജൻ ഇല്ലൊരു ഖേദമെനിക്കൊന്നിനും എന്നാകിലും ചൊല്ലഴും കർണൻ വന്നു പാർത്ഥനോട് എതിർക്കുമ്പോൾ തേർവിടുന്നാകിൽ ഭവാൻ കർണനെ പഴിച്ചുടനാവോളം പറയണമെന്നതേ വേണ്ടതുള്ളൂ. എങ്കിലങ്ങനെ തന്നെ എന്നുര ചെയ്തു ശല്യതൻകളിൽ കൂപ്പി യാത്രയച്ചു ധർമാത്മജൻ വിപ്രമാമുനി വേദവ്യാസന് വെഴുന്നള്ളി വിഭ്രമം പോവാൻ ഭീഷ്മരാദികൾ കേൾക്കെ ചൊന്നാൻ. അനർത്ഥം കളവാനായി നിനപ്പിനെല്ലാവരും മനക്കാമ്പതിലിപ്പോൾ എനിക്കുണ്ടൊന്നു തോന്നി. ധർമ്മചിത്തന്മാരായ ധർമ്മജാതികൾ തമ്മെ സമ്മാനിച്ചവർ നാടുപാതിയും കൊടുക്കിലേ നന്മ വന്നിടൂ. നാശം വന്നിടുമല്ലേ അയിലുന്മൂലനാശം വരും ധാർത്തരാഷ്ട്രന്മാർക്കെല്ലാം. തം വ്യാസോക്തി കേട്ടു ദൃഷ്ടനാം ധൃതരാഷ്ട്രപുത്രനും അർദ്ധരാജ്യം കൊടുക്കയില്ല എന്നാൻ എന്നത് കേട്ടു മുനിശ്രേഷ്ഠനും എഴുന്നള്ളി വന്നിടുമത്രേ. കർമ്മഫലമെന്നുറക്കയാലക്കാലം ദ്രുപദോപാധ്യായനും അജാതശത്രുക്ഷിതീശാജ്ഞയാലെ ഹസ്തിനപുരം ബുക്കാൻ മുഖ്യ ഭേദോക്തി ധൃതരാഷ്ട്രതാനറിഞ്ഞിട്ടു ധിക്കാരത്തോടു പറഞ്ഞയച്ചോരനന്തരം പാഞ്ചാല പുരോഹിതൻ പാണ്ഡവന്മാരോടങ്ങേ വാഞ്ചിതങ്ങളും വൃത്താന്തങ്ങളും അറിയിച്ചാൻ. വിപ്രരെ അവമാനം തുടങ്ങി ഭൂപാലനും അപ്പോഴോ അധപ്പതനത്തിനു കാലം വന്നു പാർത്തിരിയാതെ പടകൂട്ടുകേ വേണ്ടൂതവ. കീർത്തിയും ജയവും ഉണ്ടായി വരും നാടും കിട്ടും സുജ്ഞാനമുള്ളിലേറും യജ്ഞസേനോപാധ്യായൻ വിജ്ഞാനീ നൃപൻ തന്നോട് അജ്ഞാനരഹിതമാം വാക്കുകൾ അരുൾ ചെയ്തു. കാലദേശാവസ്ഥയും ഭാഗ്യകാലവും ജയലഗ്നവും അരുൾ ചെയ്താൻ. ഇയാള് ഗാന്ധാരിയുടെ തന്നെയുണ്ടല്ലോ നമ്മുടെ ദുര്യോധനൻ. എല്ലാ ദിക്കിലേക്കും ആൾക്കാരെ പറഞ്ഞിച്ചു, എൻ്റെ കൂടെ കൂടണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ മാദ്രിയുടെ സഹോദരനാണ് ശല്യര്. അപ്പം ആ 2 കുട്ടികളുടെ അമ്മാവനാണ്. അപ്പം ഇവർ കഞ്ചാളും അമ്മാവൻ തന്നെ വിളിക്കല്. അദ്ദേഹം പിന്നെ അല്ലാത്തുള്ള ചോറിൻ്റെ ചോറ് കൊടുത്തത് മറ്റേയാളല്ലേ. പിന്നെന്തോ ഒരു സമ്മാനം കൊടുത്തു എന്നാന്ന് പറയുന്നുണ്ടെന്ന്, സമ്മാനം എന്നറിയില്ല. അതുകൊണ്ട് അവരെ കൂട്ടത്തരം ഒരു ദിവസം ധർമ്മപുത്രരെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ വൈരികൾക്ക് ബന്ധുവായി പോയല്ലോ ഉണ്ണി, എന്നാണ് വരം വേണ്ടതെന്ന് പറഞ്ഞു. ഞാനത് തരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എന്തായാലും എനക്കൊന്നും സങ്കടമില്ല അമ്മാവ, പക്ഷേ എപ്പോഴെങ്കിലും പിന്നെ ഈ സാരഥി ആവുന്നുണ്ടെങ്കിൽ, കർണന് സാരഥി ആവുന്നുണ്ടെങ്കിൽ നല്ലോണം കർണനെ പഴിക്കണം, എന്നതേ വേണ്ടതില്ലോ. അത് അങ്ങനെ കർണനെ പഴിച്ചാൽ കർണന് ആ ശൗര്യവീര്യങ്ങൾ കുറച്ച് കുറയും. അപ്പം
എൻ്റെ അനിയന് ഒന്നും ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പിന്നെ വേദവ്യാസം എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് പറയുന്നത്. പിന്നെ അവർക്ക് പകുതി കൊടുക്ക്, എന്നാൽ നിങ്ങൾക്ക് നന്മ എന്നെ വരും പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഞാൻ കൊടുക്കുകയില്ല, ഒട്ടും കൊടുക്കൂല പറഞ്ഞു. എന്നാൽ പിന്നെ നല്ല കാര്യമായി, വരുന്ന പോലെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. നേരം ദ്രുപദ പറഞ്ഞു, ദ്രുപദർ ഈ പിന്നെ ആരോട്, അജാതശത്രുക്ഷിതീപതി, അതായത് ധർമ്മപുത്രരോട് പുത്രർ പറഞ്ഞിട്ട് ഹസ്തനപുരത്ത് പോയി. നേരം ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാകുമ്പോൾ പരിഹസിച്ചു, ധിക്കാരത്തോടെ പറഞ്ഞിച്ചു അദ്ദേഹത്തിന്. ആ കാര്യങ്ങളെല്ലാം പാണ്ഡവന്മാരോട് പറഞ്ഞു വന്നിട്ട് പാഞ്ചാല രാജാവിൻ്റെ പുരോഹിതൻ വിപ്രരും പരിഹസിക്കാൻ തുടങ്ങി. അവൻ്റെ അധപ്പതനത്തിന് കാലം വന്നു എന്നും പറഞ്ഞു. ഇനി നമുക്ക് പടകൂട്ടേ വേണ്ടു, കീർത്തിയും ജയവും ഉണ്ടാവും, നാടും കിട്ടുമെന്നും പറഞ്ഞു. നേരം പിന്നെ ഭാഗ്യ സമയവും ജയസമയവും ഒക്കെ പറഞ്ഞു കൊടുത്തു, ഇറങ്ങണ്ട, യുദ്ധത്തിന് പുറപ്പെടേണ്ട സമയം. പിന്നെ സഞ്ജയൻ വരുന്നുണ്ട് ഇപ്പോഴും. സഞ്ജയൻ തന്നോടപ്പോൾ അംബികാസുതൻ ചൊന്നാൻ, അന്യസാ ചെന്നു ധർമ്മനന്ദനോട് ചൊൽ, നീ സൽഗുണനിധേ സൂത, തദ്ഗുണം പ്രശംസിച്ചു നിർഗുണത്തിങ്കലാക്കി രാജ്യം നീ നീർക്കൊള്ളണം. പോരിനു തുടങ്ങാതെ പോയി വനവാസം ചെയ്തു പാരാതെ ഗതി വരുത്തിയിടൂ നീ വരുത്തിയിടുക ഇനി നല്ലു. ആചാരഭൂതന്മാരിലാധികളുണ്ടാവണ്ണം ആചാരമുള്ള ജനം വർത്തിക്കുമാറില്ലല്ലോ എന്നു ചൊല്ലുകെന്നു കേട്ടു. സഞ്ജയൻ പുറപ്പെട്ടു മന്നവൻ ധർമാത്മജൻ തന്നെയും വന്നു കണ്ടു. പാർത്ഥിവനതു നേരം സഞ്ജയനോട് ചൊന്നാൻ, വാർത്തകൾ എന്തോന്നുള്ളൂ, വാസ്തവം പറകെടു. അംബിക തനേനു സൗഖ്യമോ, ഗാന്ധാരിക്കും നന്മയോ, ഭീഷ്മദ്രോണ വിതുരാദികൾക്കെല്ലാം എന്തെല്ലാം ചൊല്ലിവിട്ടതെന്നെല്ലാം ചോദിച്ചപ്പോൾ കുന്തി നന്ദനോടു സഞ്ജയൻ താനും ചൊന്നാൻ, സ്വൈര്യമായി വസിക്കുന്നതെല്ലാരും ഇനിമേൽ സ്വൈര്യമായി വരുവതിനാഗ്രഹമുണ്ടു. താനും സൂര്യകൾ മുമ്പനായ സൂതൻ ചൊന്നത് കേട്ടു. സൂരജ തനയനാം ഭൂപനമുര ചെയ്തു, സ്വൈര്യമെൻ ജനകന് ഞാൻ തന്നെ വരുത്തേണം. സ്വൈര്യക്കേടുണ്ടിങ്ങതിനൊ എത്തായിക നിമിത്തമായി സന്യസിക്കേണം ഞങ്ങളെങ്കിലേ സുഖം വരൂ. മന്നവനുള്ളിലെന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നത് ചൊല്ലാനല്ലീ വന്നത് ഭവാനിപ്പോൾ. മന്നവൻ നിയോഗത്താൽ എന്നു ശങ്കിക്കുന്നേ ഞാൻ, വൈഷമ്യം അതിനുണ്ടു. രാജസൂയം ചെയ്തേ ഞാൻ ദോഷമുണ്ട്, അഗ്നിത്യാഗം ചെയ്താലും എന്ന് കേൾപ്പൂ. എന്നാലും ഞാനോ ചെയ്യാം സന്യാസം എന്നാകിലും പിന്നെയും വൈഷമ്യമുണ്ടെന്തതെന്നുര ചെയ്യാം ഞാൻ തന്നെ സന്യസിച്ചാൽ. താതനു പോരായല്ലോ കൗന്ദേയൻ ഭീമൻ കൂടെ സന്യസിക്കിലേ പോരൂ എന്നതിന് അഷ്ടഗ്രാഹി സന്യാസി ഭീമസേനൻ എന്നുള്ള ജനങ്ങളിൽ എത്രയും ബഹുഭോക്ത. ഇന്ദ്രപുത്രാദികളും ഇന്ദ്രിയവശകന്മാരെന്നതിൽ പാരമുണ്ടു. പിന്നെയും ഒരു ദണ്ണം ശൂദ്രനാം വിതുരരും കൂടെ സന്യസിക്കേണം. രൗദ്രകർമ്മങ്ങൾ യുദ്ധം ചെയ്യലും മതിവരാ എന്നിവ നിരൂപിച്ചു ഞാനിവ ചെയ്യായിരുന്നു. പിന്നെയും ചൊല്ലെന്തോന്നു ചൊല്ലിവിട്ടതു താതൻ. ചൊല്ലിവിട്ട അവസ്ഥകളെല്ലാമേ കേൾക്കെങ്കിൽ നല്ലതു നിങ്ങൾക്കിന്നും. കാനനവാസം തന്നെ പാതകഹരങ്ങളാം തീർത്ഥങ്ങളാടിക്കൊള്ളുക. പാതിനാടിനി കിട്ടുമെന്നത് മോഹിക്കേണ്ട. സഞ്ജയൻ പറഞ്ഞത് കേട്ടു. ധർമ്മജൻ ചൊന്നാൻ, മഞ്ജുളമായ വാക്കു കേട്ടുള്ളിൽ സുഖം വന്നു. അർദ്ധരാജ്യത്തിൽ കൊതിയില്ലെനിക്കൊന്നുകൊണ്ടും യുദ്ധം ചെയ്തൊരു പുറമുടുങ്ങി ശേഷിച്ചവർ പാരിതു പരിപാലിച്ചിടുകെന്ന ദേവരൂ. പാരാതെ അങ്ങു ചെന്നു സഞ്ജയ പറഞ്ഞാലും. സഞ്ജയൻ വന്നപ്പോൾ പറഞ്ഞു, നീ പോയിട്ട് ആ ധർമ്മപുത്രരോട് പറയും, പിന്നെ ഇനിയും കാട്ടിൽ പോകുന്നതിനെ നിങ്ങൾക്ക് നല്ലത്. പോയിട്ട് പിന്നെ പാപഹരങ്ങളായ ആ പാപങ്ങളെല്ലാം നശിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥങ്ങളാടിക്കോ, അതെല്ലാം നിങ്ങൾക്ക് നല്ലത്, പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് ഇനി നടക്കും തോന്നില്ല. എന്താ വെച്ചാൽ രാജസൂയം ചെയ്തവർക്ക് പിന്നെ ഈ പിന്നെ വനത്തിലിങ്ങനെ നടക്കുന്നത് ഒരു നല്ലതല്ല, ശരിയല്ല. പിന്നെ ഞാൻ എന്നാലും പോവാന്ന് വിചാരിച്ചാൽ എൻ്റെ അനിയനുണ്ടല്ലോ ഭീമസേനൻ, ഒനൊട്ടും കേൾക്കൂല. ഒരാണെങ്കിൽ എത്ര ഉണ്ടാലും മതിയാവാതെ ഒരുത്തനാന്ന്. പിന്നെ മറ്റേവരും പോകില്ല. അവരെ പിന്നെ
ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നവരാണ്. അവർക്ക് ഇന്ദ്രിയ നിഗ്രഹമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അവരും അതിനുണ്ടാവില്ല, ഇനി കഴിയില്ല. പിന്നെന്നാ പറഞ്ഞത് ഇതന്നെ പറഞ്ഞിട്ടില്ല, വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. എന്നാൽ പിന്നെ പോയിക്കോ, അപ്പം ആദ്യ രാജ്യം എനിക്ക് വേണ്ട, യുദ്ധം ചെയ്തിട്ട് ആരാണ് ജയിക്കുന്നത് വെച്ചാൽ അവർക്ക് രാജ്യം മുഴുവനും അതായിക്കോട്ടെ ഇന്നത്തെ നീതി, പോയിട്ട് പറയുന്നു പറഞ്ഞു. ധർമ്മജൻ പറഞ്ഞത് കേട്ടു സഞ്ജയൻ ചൊന്നാൻ, നന്മ വന്നിടുന്ന ആളെ നല്ലത് തോന്നിക്കൂടൂ. ധാർത്തരാഷ്ട്രരും ഭീഷ്മദ്രോണ കർണാദികളും പോർത്തലവന്മാരായ മറ്റുള്ള ബന്ധുക്കളും ഒക്കവേ മരിച്ചു നീ. നാടുവാണിരിക്കുന്ന ഉൾക്കാമ്പിലുള്ള സുഖമെന്തൊന്നു പറഞ്ഞാലും ചിന്തിക്ക രാജ്യം ലഭിച്ചിടിനാലുള്ള ഫലം ബന്ധുക്കളുടെ സൗഖ്യം വന്നു കൂടുകയത്രേ. പിന്നെയും ജരാനരശോകങ്ങൾ വന്നു മന്നവാ മരിച്ചു പോകെന്നി മറ്റെന്തൊന്നുള്ളൂ. ധർമ്മജനത് കെട്ടു മന്ദഹാസവും കൊണ്ടു സന്മാർഗമറിഞ്ഞൊരു സഞ്ജയനോട് ചൊന്നാൻ, പാടവും പാരമുണ്ടു വാക്കിനു നിനക്കെടോ. മൂഢൻ ഞാൻ വക്രോക്തികൾ അറിയപ്പോകായെങ്കിലും വെള്ളയിൽ പറഞ്ഞൊരു നിർമ്മല വാക്കു തൻ്റെ ഉള്ളിൽ നീ സംഗ്രഹിച്ചോരർത്ഥമൊട്ടറിഞ്ഞു ഞാൻ കേൾക്ക സഞ്ജയാ. എങ്കിലൂക്കുള്ള ഭീഷ്മാദികൾ പോർക്കളം തന്നിൽ വീണു മരിക്കും മടിയാതെ. അന്ധനാം നരപതി നന്ദനൻ തനിക്കുള്ളിൽ അന്ധകാരങ്ങളേതും പോയതില്ലെന്നു വന്നു. ദേവകീ ദേവി പെറ്റ ദേവകൾ ദേവൻ വാസുദേവനാം കൃഷ്ണൻ തുണയുണ്ടെനിക്കറിഞ്ഞാലും അന്നേരം മുകുന്ദനും സഞ്ജയനോട് ചൊന്നാൻ, അന്നു കൂട്ടം കൂടിയിട്ടെന്തൊരു കാര്യമിതിൽ. ഞാൻ തുണ പാണ്ഡവന്മാർക്കുണ്ടിങ്ങു നാശം തീർപ്പാൻ. ഗാന്ധാരി സുതന്മാരും ബന്ധുവർഗവും എല്ലാം കാലന്റെ പുരിപൊക്കു കളിച്ചു വസിച്ചിടും കാലം വൈകാതെ ചെന്നു സഞ്ജയ. പറഞ്ഞാലും ചൊല്ലുവനെല്ലാമെങ്കിൽ പോകുന്നേനിയൊന്നുമില്ലവേ യാത്ര ചൊല്ലി നടന്നാനവെന്താനും. സഞ്ജയൻ നൃപനോടു നാളെ ഞാൻ ചൊല്ലുവനല്ലോ കഞ്ചലോചനൻ അരുൾ ചെയ്തതുമെന്നാനവൻ. അപ്പോൾ പിന്നെ ധർമ്മപുത്രർ പറഞ്ഞു, പോയിട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ പറയുന്നത്, ഈ സഞ്ജയൻ പിന്നെ നന്മ വരണമെന്നുണ്ടെങ്കിലേ നല്ലത് പറഞ്ഞാൽ കേൾക്കൂരു. എല്ലാവരും വെച്ചിട്ട് നീ മാത്രം രാജ്യം വെച്ചിട്ടൊന്ന് വേണ്ടത് ഒന്ന് പറയറാ, അതിൽ കിട്ടുന്ന സുഖം എന്നല്ലാന്ന് പറയുന്നു. ഇത്രയും എന്നാൽ പിന്നെ മറ്റേവർക്കും കാട്ട് പോയാൽ പോരാ, അത് പറയില്ല. ജരാനരെല്ലാം അതിന് മരിക്കുന്നല്ല, അത് എന്തെന്നാണ് ഇതിലില്ലത് എന്നെല്ലാം പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഏതായാലും പാഠം നല്ല വാക്സാമർഥ്യമുണ്ട് അങ്ങേക്ക്, അതെനിക്ക് മനസ്സിലായി. എനിക്ക് ഈ വക്രോക്തികളൊന്നും അറിയുകയും ചെയ്യൂല, എന്നാലും നിൻ്റെ ആ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ച അർത്ഥം ഞാൻ അറിഞ്ഞു. നന്നായിട്ട് പറഞ്ഞതെങ്കിൽ ഉള്ളിലുള്ള ആ കുനിഷ്ഠ് ഞാൻ മനസ്സിലാക്കിയെന്നാണ് പറയുന്നു. പിന്നെ എല്ലാവരും നീ കേട്ടോ, ആ ഭീഷ്മാദികളെല്ലാം പോർക്കളത്തിൽ വീണ് മരിക്കുകയും ചെയ്യും. പിന്നെ ആ അന്ധനായ നരപതി, എൻ്റെ വല്യച്ഛനായ ആ അദ്ദേഹത്തിന് മനസ്സ് ശരിയായിട്ടേയില്ല. അന്ധകാരം മനസ്സ്, കണ്ണിന് മാത്രമല്ല ഉള്ളിലെ കണ്ണിനും കാഴ്ചയില്ല അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ഭഗവാനുണ്ട്, എനിക്കൊന്ന് പേടിക്കാനില്ലത്, ഒന്നും എനിക്ക് പേടിക്കാനില്ല. എൻ്റെ കൂടെ ഭഗവാനുള്ള കാലത്തോളം എനിക്ക് പേടിക്കാനില്ല എന്നും പറഞ്ഞു. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഈ കൂട്ടം കൂടി ചെന്തുന്നാന്ന് ഇതിൽ കാര്യമില്ലത്. ഞാനുണ്ട് പാണ്ഡവന്മാർക്ക് തോണ, അവർക്ക് ഞാൻ നാശം വരാൻ വിടൂല, എൻ്റെ ഭക്തന്മാർക്ക് നാശം വരാൻ വിടൂല സഞ്ജയ, പോയിട്ട് പറയുന്നു പറഞ്ഞു. ആ ഗാന്ധാരി സുതനും ബന്ധുക്കളെല്ലാം അന്തകൻ്റെ പിന്നെ വീട്ടിൽ പോയിട്ട് കളിച്ചു വസിക്കും, അത് പോയിട്ട് പറയുന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് അയാൾ അതിൽ സഞ്ജയൻ എന്നിട്ട് പറഞ്ഞു, ഇവിടെ നൃപനോട് വന്നിട്ട്, ഈ നൃപൻ എന്ന് പറയുന്ന ആളില്ല, ഈ അന്ധ കണ്ണു കാണാത്ത ആള് ധൃതരാഷ്ട്രര്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നാളെ പറയാം, പിന്നെ ആ ഭഗവാൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തെ കാക്ക വേവിലാതെ. അപ്പം നല്ലത് പറയണമെങ്കിൽ എപ്പം വിതുരർ വേണം. വിതുരരെ കാണാവോ കണ്ടും കൂടാ. ചിന്തിച്ചു ധൃതരാഷ്ട്ര വിതുര തന്നെ നോക്കി, വെന്തുരുകുന്നു ചിത്തം നിദ്രയില്ലേതുമെന്ന്. നല്ലത് ചൊല്ലിയിടണം നിന്നുടെ വാക്കു കേട്ടാൽ അല്ലലുണ്ടാകയില്ല ചിന്തയുമില്ലാതെയം. നിദ്രയില്ലായ്ക കൊണ്ടു സങ്കടം പാരമുണ്ടു ഭദ്രമെന്തതിനെന്നു ചിന്തിച്ചു ചൊല്ലേണം നീ. വിതുരരതു കേട്ടു മനസ്സിൽ നിരൂപിച്ചു മതിമാനായ നരപതിയോടുര ചെയ്തു. ബലവാൻ തന്നാൽ അഭിയുക്തനായി ചമഞ്ഞൊരു ബലഹീനനും വൃത്തിസാധന വിഹീനനും ഹൃദദ്രവ്യനും അതികാമിക്കും തസ്കരനും ക്ഷിതിനായക നിദ്രയില്ലെന്ന് കേൾപ്പോ ഞാനോ. ഇങ്ങനെയുള്ള ദോഷമൊന്നുമില്ലല്ലോ ഭവാൻ, എങ്ങനെ പിന്നെ പ്രജാകരത്തിനവകാശം പരദ്രവ്യത്തെ തനിക്കടക്കിക്കൊള്ളുവാനുള്ളിൽ
പെരുത്ത മോഹമുണ്ടായി വരിക കൊണ്ടല്ലല്ലീ വിശ്വത്തെ അടക്കി രക്ഷിച്ചു വാണിടുവാനായി നിശേഷതര രാജലക്ഷണ സമ്പന്നനാം ധർമ്മനന്ദനോടു നീയും നിൻ പുത്രന്മാരും നിർമൂലം വിപരീതമായതു നിരൂപിച്ചാൽ ഭാഗ്യമില്ലായിക തവ കേവലമതു മിക യോഗ്യമെന്നറിവുള്ളവർക്കാർക്കുമേ തോന്നിയില്ലല്ലോ. താതനെന്നൊരു ഭക്തി ബഹുമാന സ്നേഹങ്ങു ചേതസി സദാകാലമുണ്ടാക നിമിത്തമായി എന്തെല്ലാം ദുഃഖമനുഭവിച്ചിടുന്നു നിത്യം കുന്തീനന്ദനായ ധർമ്മജൻ ഗുരുഭക്തൻ. ജ്ഞാനവും തിദിക്ഷയും ധർമ്മവും വാക്ശാന്തിയും ദാനവും ഇത്യാദികളായ ആകിയ ഗുണമൊന്നും ഇല്ലാത്ത സുയോധന കർണ സൗബലാദികൾക്കല്ലോ നീ രാജൈശ്വര്യം കൊടുത്തു ഭോഗത്തിനായി. നീ ഒന്ന് പറഞ്ഞു തന്നെ അനിയാ വിതുര, എനക്ക് നിന്റെ വാക്ക് കേട്ടാലേ സമാധാനം കിട്ടൂല് പറഞ്ഞു. ഓ ആയിക്കോട്ടെ പറയാ, എനിക്ക് ഉറക്ക് വരുന്നില്ല. അന്നേരം പറഞ്ഞു നല്ല കുറേ വാക്കുകൾ പറഞ്ഞു. ഒന്ന് ബലമുള്ളവൻ്റെ പിന്നെ അടിയിലായാൽ ബലവാൻ തന്നാൽ അഭിയുക്തൻ, അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം എന്ന് വെച്ചാൽ ശത്രുത്വം ആയാലും ബലമില്ലാത്ത ആളായാലും പിന്നെ അധികാമിക്കും തസ്കരനും നിദ്രയില്ലാന്ന് ഞാൻ കേൾപ്പുണ്ട്. ഇങ്ങനെയൊന്നുമല്ലോ ദോഷമൊന്നും ഇല്ലല്ലോ ഭവാനി. പിന്നെ എങ്ങനെപ്പാ ഉറക്കു വരാതിരിക്കാൻ അവകാശം? പരദ്രവ്യത്തെ എനിക്ക് വേണമെന്നുള്ളൊരു വിചാരമുണ്ട്, അതുകൊണ്ടല്ലേ ഉറക്കു വരാത്തത്. പിന്നെ ലോകം മുഴുവൻ അടക്കി വാഴണമെന്നുള്ളൊരു വിചാരമുണ്ട്. അല്ല അങ്ങനെ പിന്നെ അടക്കി ഭരിക്കാൻ കഴിവുള്ള ആ ധർമ്മനന്ദനോട് നീ നിന്റെ മക്കളും വിപരീതമായിട്ടല്ലേ ചെയ്തത്. അതെല്ലാം തന്നെ ഉറക്കു വരായിത്ത. എത്ര ബഹുമാനവും സ്നേഹമാണ് ധർമ്മപുത്രർക്ക് നിന്നോട്. നിനക്കതെല്ലാം അറിയുന്നുണ്ടോ ഏട്ടാ? എന്തെല്ലാം ദുഃഖം അനുഭവിച്ചു. അതുകൊണ്ട് ഈ നിങ്ങളെല്ലാം ഇങ്ങനെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു ഗുണവുമില്ലാതെ ഓനി ദുര്യോധനല്ലേ കൊടുത്തിനി എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഒരുപാട് പറയുന്നുണ്ട്. അത് വിതുരവാക്യം തന്നെ, വിതുരവാക്യം തന്നെ. അതിനില്ലാത്ത മഹത്വം ഒന്നുമില്ല. ഒരു വംശത്തിങ്കിൽ നിന്നുണ്ടായ ജനങ്ങളിൽ പെരുകെ ഗുണവന്മാർ ചില ദുഷ്ടന്മാർ ചിലർ എന്നുണ്ടോ വരുന്നതെന്നോർക്കേണ്ട. ഭവാനതിനൊന്നുണ്ടോ പറയുന്നു ഞാനും ഇന്നുപമയായി. തക്ഷന്മാർ വനഭൂവി ചെന്നുടൻ നോക്കി ഒരു വൃക്ഷത്തെ വെട്ടി കുറച്ചതിനെ കൊണ്ടു തന്നെ കട്ടോടം മരക്കൊട്ട തോണിയും ഉലക്കയും ഒട്ടയിടം കൊണ്ടു യാഗപാത്രങ്ങളായി വീടും സ്രുവവും ജുഹുവും ഇത്യാദികൾ പണി ചെയ്യും നൃവര ശിഖാമണി. കേട്ടാലും അതുപോലെ ഒരുവൻ തന്റെ പുത്രന്മാരായിട്ടുണ്ടായി വന്ന പുരുഷന്മാരും വരും ഈ വണ്ണ മറിക നീ. അത്യർത്ഥം പ്രശസ്തങ്ങളായവ സേവിച്ചിടും നിത്യവും നിന്ദിതങ്ങളായവ വർജിച്ചിടും. അശ്രദ്ധാനനല്ല നാസ്തികത്വമില്ല വിദ്വാനാകുന്നത് അവൻ പണ്ഡിതശ്രേഷ്ഠനല്ലോ. ക്രോധദർപ്പാതി ഹർഷസ്തംഭലജ്ജാതികളാലേതുമേ വിഘ്നം കാര്യസാധ്യത്തിനുണ്ടാകാതെ സ്വച്ഛമാത്മാവോടു മാന്യമാനിത്വം കൊണ്ടു നിശ്ചലനാകുന്നവൻ പണ്ഡിതശ്രേഷ്ഠനല്ലോ. ശീതോഷ്ണ ഭൈരതി സമൃദ്ധി ദാരിദ്ര്യാദി ഹേതുനാ കൃത്യത്തിനു വിഘ്നത്തെ വരുത്താതെ നിത്യവും കർത്തവ്യാനുഷ്ഠാനം ചെയ്തിടുന്നവൻ വിദ്വാൻ. എത്രയും അവൻ പണ്ഡിതശ്രേഷ്ഠനല്ലോ. നഷ്ടമായതു ചിന്തിച്ചേതുമേ ദുഃഖിയാതെ തുഷ്ടനായ അപ്രാപ്യമായുള്ളതു കാമിയാതെ ആപത്തു വരും കാലമേതുമേ മോഹിയാതെ താപത്തെ ത്യജിപ്പവൻ പണ്ഡിതശ്രേഷ്ഠനല്ലോ. കാലത്തെ നിരൂപിച്ചു കൽപ്പിച്ചു നിശ്ചയിച്ചോരാലസ്യം മധ്യേ തുടർന്നിടാതെ കർമ്മം ചെയ്തു കാലവും അവധ്യമാക്കിക്കൊണ്ടു വശ്യാത്മാവായി പാലിച്ചു പുരുഷാർത്ഥം വാണിയിടുന്നവൻ വിദ്വാൻ. അന്യായ കർമ്മം വാച മനസാ ചെയ്യാതെ കണ്ടന്യേഷാം ഹിതത്തിങ്കലീർഷയുമുണ്ടാകാതെ ആര്യകർമ്മണ രഞ്ജിച്ചേറിയ സൽക്കർമ്മണ ധീരനായിരിപ്പവൻ പണ്ഡിതശ്രേഷ്ഠനല്ലോ. സമ്മാനത്തിങ്കലുള്ളിൽ സമ്മോദമുണ്ടാകാതെ നിർമൂലം അവമാനത്തിങ്കലും ഖേദിയാതെ അക്ഷോഭ്യനായി ഗംഗ തന്നിലെ ഹൃദം പോലെ രക്ഷിച്ചു ധർമ്മത്തെയും വാണിയിടുന്നവൻ വിദ്വാൻ. സംപ്രവൃത്തോക്തിമാനായി വിചിത്ര കഥനമായി സമ്പ്രതിദാനവാനായി ശുദ്ധോക്ത വക്താവുമായി ഊഹാപോഹാദികൾ ചതുരഹൃദയനായി മാഹാത്മ്യത്തോട് വാണിയിടുന്നവൻ മഹാവിദ്വാൻ. സകല ഭൂതങ്ങൾക്കും എത്രയും മനോജ്ഞനായി സകല കർമ്മങ്ങൾക്കും ഉചിതയോഗജ്ഞനായി
സകല പുരുഷരിൽ വെച്ചു പായജ്ഞനുമായി സകല വിജ്ഞാനിയായുള്ളവൻ മഹാവിദ്വാൻ. പ്രജ്ഞാനുഗതമായ വിശ്രുതമുണ്ട് പിന്നെ പ്രജ്ഞയും സുതാനുകയാം വണ്ണമുണ്ടു താനും. അസംഭിന്നാര്യജനമര്യാദയൊട്ടും നിത്യമസന്നിഗ്ധാത്മാവായുള്ളവനും മഹാവിദ്വാൻ. അർത്ഥമാകിലും ബലാലൈശ്വര്യമെന്നാകിലും വിദ്യയാകിലും തനിക്കേറിയൊന്നുണ്ടായി വന്നാൽ എത്രയും വിനീതനായ സമുന്നദ്ധനായ വിദ്വാനു സമനായിട്ടില്ല വിദ്വാൻമാരാരും. അശ്രാന്ത ദരിദ്രനായുള്ളവൻ മഹാമനസശ്രുതനായുള്ളവൻ അത്യർത്ഥം സമുന്നദ്ധൻ. അർത്ഥാശപാരം പ്രവർത്തിക്കയില്ലേതും താനും എത്രയും മൂഢനവൻ എന്നല്ലോ ബുദ്ധമതം. അർത്ഥത്തെ തനിക്കുള്ളതഴിച്ചു പരാർത്ഥമായ മിത്രാർത്ഥം മിഥ്യാചാരം ചെയ്തിടുന്നവൻ മൂഢൻ. തന്നെ കാമിച്ചിടാതെ നാരിയെ കാമിക്കയും തന്നെ കാമിച്ചവളെത്താൻ പരിത്യജിക്കയും തന്നേക്കാൾ ബലവാനോടേറെ മത്സരിക്കയും തന്നെത്താൻ അറിയാതെ ചെയ്തിടുന്നവൻ മൂഢൻ. അപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു ഭാഗത്ത് നല്ലതൊക്കെ പറഞ്ഞു. ആദ്യം ഞാൻ പറയാം, ഒരു വംശത്തിൽ ജനിച്ചിട്ട് എങ്ങനെ നല്ലത് മോശമാവുന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മരത്തിനെ കാട്ടുന്നു തച്ചന്മാർ പോയിട്ട്, അതായത് ആശാരിമാർ ഒരു മരത്തിനെ കൊണ്ടുവന്നു. ആ ഒരു മരം കൊണ്ട് അവരെന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? കട്ടോടം ഉണ്ടാക്കുന്നുണ്ട്, വെള്ളം തേവുന്ന ഏത്താങ്കൊട്ട മരക്കൊട്ട ഉണ്ടാക്കുന്നുണ്ട്, തോണി ഉണ്ടാക്കുന്നുണ്ട്, ഒലക്ക ഉണ്ടാക്കുന്നുണ്ട്, യാഗപാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഒറ്റൊരു മരമാണ്. അതിനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉപകരണങ്ങൾ. അതുപോലെ ഒരാളെ മക്കളായാലും പലതരത്തിലുണ്ടാവും, ഇല്ലയെന്ന് വിചാരിക്കണ്ട. അന്നേരം അങ്ങനെ കുറേ പറഞ്ഞു. വിദ്വാൻ്റെ പണ്ഡിതന്മാരുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പാരായണം ചെയ്ത് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ മനസ്സിലാവും. എനിക്കിതിപ്പം വിസ്തരിച്ച് പറഞ്ഞു തരാനായിട്ട് ഇതിൽ വേറൊന്നുമില്ല. ഇതൊക്കെ തന്നെ പറയുന്നത്. ആപത്ത് വരുമ്പോൾ സങ്കടപ്പെടാതിരിക്കണം, അങ്ങനെയുള്ള ആള് പണ്ഡിതനാണ്, ഒക്കെയാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പം മോശം സ്വഭാവമുള്ളവരെ പറയുന്നു. അർത്ഥത്തെ തനിക്കുള്ളതൊഴിച്ചു പരാർത്ഥമായി മിത്രാർത്ഥം മിഥ്യാചാരം ചെയ്തിടുന്നവൻ മൂഢൻ. അത് തൊട്ടിട്ട് മോശം സ്വഭാവമുള്ളവരെ പറയാൻ തുടങ്ങി. തന്നെ കാമിച്ച് ഇടാതെ നാരിയെ കാമിക്കയും തന്നെ കാമിച്ചവളെത്താൻ പരിത്യജിക്കയും തന്നേക്കാൾ ബലവാനോടേറെ മത്സരിക്കയും തന്നെത്താൻ അറിയാതെ ചെയ്തിടുന്നവൻ മൂഢൻ. മിത്രത്തെ ദ്വേഷിപ്പാനായ മിത്രമാക്കിയ പ്രത്യഹം ദുഷ്ടകർമ്മം ചെയ്തിടുന്നവൻ മൂഢൻ. ഉൾപ്പൂവിൽ കൃത്യങ്ങളെ സംശയിച്ചനുദിനം ക്ഷിപ്രാർത്ഥകർമ്മം ചിരാൽ ചെയ്തിടുന്നവൻ മൂഢൻ. അന്യമന്ദിരത്തിങ്കൽ ചൊല്ലാതെ ചെല്ലുകയും തന്നോട് ചോദിയാതെ താനേറെ പറയുകയും ഉദ്ധതനായുള്ളവൻ തന്നെ വിശ്വസിക്കയും ബദ്ധമോദേന ചെയ്തിടുന്നവൻ മഹാമൂഢൻ. അന്യദോഷങ്ങൾ പറഞ്ഞേറ്റവും ആക്ഷേപിക്കും തന്നെ വർത്തമാനമൗവണ്ണം തന്നെ താനും. പിന്നെ താനൊരുവരും ഈശനല്ലാതെയുള്ളോനന്വഹം കോപിക്കയും ചെയ്തിടുന്നവൻ മൂഢൻ. തന്നെ ബലമറിയാതെ ധർമാർത്ഥം വിനാ തന്നാൽ സാധ്യവുമല്ലയാതെ കർമ്മങ്ങൾ ചെയ്യുവാൻ അന്നു തുടങ്ങിയും അന്നു മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചിടുന്നവൻ മൂഢൻ. ശിഷ്യനല്ലാതവനെ വെറുതെ ശാസിക്കയും നിസ്വനായുള്ളവനെ നിയതം സേവിക്കയും ദുഷ്ടനെ ഭജിക്കയും ശിഷ്ടനെ നിന്ദിക്കയും കഷ്ടമോർത്തോളം അവൻ എത്രയും മഹാമൂഢൻ. സമ്പന്നമാകും വണ്ണം തനിക്ക് ഭുജിക്കണം, ശുഭമന്ദിരത്തിങ്കൽ വാസവും ചെയ്തിടണം. തന്നെ പുത്രമിത്രകൾ അത്ര ഭൃത്യാദികൾക്കൊന്നുമേ പൊറുതിക്കു കൊടുക്കയില്ല താനും. അങ്ങനെയുള്ള നരൻ തന്നോളം ദുഷ്ടനായിട്ടെങ്ങുമേ നിരൂപിച്ചാൽ ആരുമില്ലറിഞ്ഞാലും. പിന്നെ ഇതാണ് പറയുന്നത്, ഇങ്ങോട്ട് ആഗ്രഹിക്കാതെ സ്ത്രീനെ അങ്ങോട്ട് ആഗ്രഹിക്കുക, ഇങ്ങോട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീനെ പിന്നെ വേണ്ടാന്ന് വെക്കുക, പിന്നെ നമ്മളെക്കാളും ബലമുള്ള ആളോട് മത്സരിക്കാൻ പോവുക. അതൊക്കെ മൂഢന്മാരുടെ സ്വഭാവമാണ്. മിത്രത്തെ ദ്വേഷിപ്പാനായി മിത്രമൊക്കെ, അതായത് പിന്നെ നമ്മുടെ ആൾക്കാരോട് ദേഷിക്കാൻ നമ്മുടെ ശത്രു ഭാവത്തിലുള്ളവരെ പിന്നെ ബന്ധുവായിട്ട് പരിഗണിക്കൽ, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറൊരു വീട്ടിൽ അവർ വിളിക്കാണ്ട് പോവുക, പിന്നെ ഒരുപാട് സംസാരിക്കും, ഇങ്ങോട്ട് ചോദിക്കാതെ കാര്യങ്ങളിങ്ങനെ വര പറയാ. അതെല്ലാം മഹാമൂഢന്മാരുടെ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ കുറ്റമൊന്നും പറയില്ല.
കാര്യമില്ലാതെ ദേഷ്യപ്പെടൽ, വല്ലാതെ ദേഷ്യം പെരുന്നാൾ. പിന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഭാവം വന്നിട്ട് അതിന് തുടങ്ങുക, എന്നിട്ടത് പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുക. അതൊക്കെ വളരെ വളരെ മൂഢന്മാരുടെ സ്വഭാവമെന്ന് പറയുന്നു. നമ്മളെ ശിഷ്യനെ നമുക്ക് ശാസിക്കാൻ പണ്ട് ഇപ്പം ശിഷ്യനും ഇല്ല. അങ്ങനെയുള്ള ആളെ വെറുതെ ശാസിക്കും. പിന്നെ ഒന്നുമില്ലാതെ ഒരാളെ ഒരു സേവിക്കും. അങ്ങനെ ദുഷ്ടനെ ഭജിക്കും, ശിഷ്ടനെ നിന്ദിക്കും. അത്ര പിന്നെ ദുഷ്ടൻ മൂഢൻ വേറെ ആരുമില്ല എന്ന് പറയുന്നു. എനിക്ക് വലിയ ഗംഭീരമായിട്ട് ജീവിക്കണം, ഭക്ഷണം കഴിക്കണം, നല്ല വീട്ടിൽ ജീവിക്കണം. പിന്നെ എൻ്റെ മക്കളും ഭാര്യ മക്കളും എല്ലാം അവർക്ക് കൊടുക്കൂല, ഞാൻ മാത്രം ജീവിക്കണം. അങ്ങനെയുള്ള നരനോളം ദുഷ്ടനായിട്ട് വേറെ ഏടിയും കണ്ടു കിട്ടാനില്ല എന്ന് പറയുന്നു. ഒരുത്തൻ പാപകർമ്മം ചെയ്തിടിലതിൻ ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടും. കാലത്താൽ മോചിച്ചിടും ആപത്തു മറ്റുള്ളവർക്കു മേലിൽ താൻ തന്നെ അനുഭവിക്കും ചിരകാലം വേഗേന. വില്ലാളിയാൽ മുക്തമാമസ്ത്രം പോയി ചെന്നേകനവധിക്കിലുമാം വധിയാകിലുമാം. തന്നെ ആത്മാവിനെ രാജാവ് മോചിക്കലോ നിർണയം. സരാജകം നശിക്കും രാജ്യമെല്ലാം ഒന്നുകൊണ്ടറിയണം. രണ്ടിന്റെ ബലാബലം പിന്നെ മൂന്നിന് നാലാൽ വശത്തു വരുത്തണം. അഞ്ചിനെ ജയിച്ചുള്ളിൽ ആറിനെ അറിഞ്ഞിട്ട് വഞ്ചനാദികളെല്ലാം വെടിഞ്ഞു വഴി പോലെ ഏഴിനെ ഉപേക്ഷിച്ചു സൗഖ്യത്തെ ലഭിക്കണം. കേളിയേറിയിടും നൃപന്മാരായാൽ അവനിയിൽ ഏകനെ ഹനിച്ചിടും അത്രേ കാകോളരസമേകനെ തന്നെ ഒരു ശസ്ത്രവും ഹനിച്ചിടും. അന്തരമേതുമില്ല സപ്രജം സരാഷ്ട്രകം മന്ത്രവിശ്രവം. രാജാവിനെയും ഹനിച്ചിടും മേഘനായതി സ്വാദു ഭുജിച്ചിടരുതല്ലോ. ഏകനായി ചിന്തിച്ചു കൽപ്പിക്കരുതൊരു കാര്യം, ഏകനായി പെരുവഴി പോകയുമരുതല്ലോ. ഏകവേഷ്മനി പലരും കിടന്നുറങ്ങുമ്പോൾ ഏകനായി തന്നെ ഉണർന്നീ ഇരുന്നീടരുതു കേളേകം ഇനിയുമുണ്ട് ഭൂപാലശിഖാമണി. ഏകമേയുള്ളൂ പിന്നെ രണ്ടാമതില്ല നാഗലോകത്തിനു സോപാനമായി നരപതി സത്യമായുള്ള വസ്തു തരണി പോലെ പുനരബ്ധിക്കുമതിമതാം പ്രവര കുരുപതേ. ഏകമേ ദോഷമുള്ളൂ തന്തതം ക്ഷമാവതം ലോകരും അശക്തരും നോക്കുവോരൊട്ടു ചെന്നാൽ. ഏകമാം ധർമ്മം പരം ശ്രേയസ്സാകുന്നതോർത്താൽ ഏകൈവ ക്ഷമാശാന്തിയായതെന്നത് നൂനം. ഇങ്ങനെ പറയുന്നു. എനിക്ക് വളരെ ഗംഭീരമായിട്ട് ജീവിക്കണം, ഭാര്യക്കും മക്കൾക്കൊന്നും കൊടുക്കുകയും ചെയ്യില്ല. പിന്നെ ഭാര്യ കൊടുക്കൂല, മക്കൾക്ക് കൊടുക്കൂല, ബന്ധുക്കൾ കൊടുക്കൂല, വൃത്യന്മാർ കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. അങ്ങനെയില്ല മനുഷ്യനോളം ദുഷ്ടനായിട്ട് വേറെ ആരുമില്ല എന്ന് പറയുന്നു. പിന്നെ ഒരാളെ പാപം ചെയ്താൽ അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും, മഹാജനങ്ങൾ. പിന്നെ ആപത്ത് വന്നാൽ താൻ തന്നെ അനുഭവിക്കും. പിന്നെ ഇതൊരു വില്ലിൽ നിന്നൊരു അമ്പ് പോയാൽ ഒരാളെ കൊന്നൂന്നും വരും, കൊന്നിട്ടില്ല എന്നും വരും. അങ്ങനെ ആത്മാവിനെ മോചിച്ചെങ്കിലോ സരാജകം നശിക്കും, രാജ്യം എല്ലാം നശിക്കും. പിന്നെ ഒന്നുകൊണ്ടറിയണം, രണ്ടിൻ്റെ ബലാബലം മൂന്നിന് നാലാൽ വശത്ത് വരുത്തുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറയുന്നു. എന്നിട്ട് ഇനിയും ഉണ്ടോ എന്നാണ് പറയുന്നത്. ഏകൈവ വിദ്യാപരാ തുഷ്ടി എന്നറിയണമേ കൈവാഹിംസ സതതം നിജസുഖാവഹം. രണ്ടു കർമ്മങ്ങൾ ചെയ്യുക കൊണ്ടിക ലോകത്തിങ്കൽ കണ്ടവർ കൊണ്ടാടുവാൻ കാരണം മഹീപതേ പാരുഷ്യവാക്കു പറയുകയും ദുഷ്ടന്മാരോടേറെ ചെന്നൊന്നും മർത്തിച്ചിടാതെ കഴിക്കുകയും. രണ്ടു ജാതികൾ പരപ്രത്യേകാരികളായുണ്ടവ രണ്ടും കേട്ടുകൊള്ളുക നരപതേ. ചെൽക്കണ്ണാരെല്ലാമൊക്കെ കാമിത കാമിനിമാർ, മൂർഖന്മാരെല്ലാമൊക്കെ പൂജിത പൂജകന്മാർ. രണ്ടുണ്ടു ശരീരത്തെ ശോഷിപ്പിച്ചിടുവാനായി കണ്ടക ജാതികൾ കേൾക്കേണമേ നരപതേ. നിർധനൻ കാമിക്കയും അസ്വാമി കോപിക്കയും പൃഥ്വീന്ദ്ര ചൊല്ലിയിടുവൻ കേൾക്കണമെങ്കിൽ ഇന്നും രണ്ടുപേരുണ്ടല്ലോ. സ്വർഗത്തിനും മീതേ ലോകെ കുണ്ഠത നീക്കി സുഖിച്ചിടുന്നു സദാകാലം. പ്രഭുവാകിലും ക്ഷമാപരനായിരിപ്പോനും വിഭവഹീനൻ ദാനശീലനായിരിപ്പോനും മർത്തത്തിനതി ക്രമമായിട്ടു രണ്ടുണ്ടല്ലോ നിത്യം ന്യായാർജിതമാം ദ്രവ്യമെന്നിരിക്കലും. പ്രതിപത്തിയും പാത്രത്തിങ്കൽ അതിനെപ്പോലെ പുനരപ്രതിപാദനവും. 3 പേരധമന്മാരാകുന്നിതവനിൽ 3 പേരെയും അഹം വെവ്വേറെ ചൊല്ലാമല്ലോ. ഭൃത്യനില്ലാതവനും പത്നിയില്ലാതവനും
പുത്രനില്ലാത്തവനും എത്രയും ദരിദ്രന്മാർ നാലുണ്ടു രാജാവിനാൽ വർജ്യങ്ങളായിട്ടവ നാലും പണ്ഡിതന്മാരായുള്ളവരറിഞ്ഞിടും. അല്പപ്രജ്ഞന്മാരോടും ദീർഘസൂത്രന്മാരോടും എപ്പോഴും അലസന്മാരോടും ചാരണരോടും കൂടി രാജാവ് കാര്യമന്ത്രത്തെ ചെയ്തിടരുതാടൽ പൂണ്ടുഴന്നിടും. ഉഴന്നിടുമാറു വന്നിടുമെന്നാൽ 4 പേരെയും ശ്രീമാനെങ്കിലോ ഗൃഹസ്ഥൻ തന്നാലയത്തിങ്കൽ കൂടെ വെച്ചു പാലിച്ചിടണം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ കുറേ പറഞ്ഞു. പിന്നെ 2 എന്നല്ലേ രണ്ടാമത്തെ അക്കത്തിന് കുറേ പറഞ്ഞു, 3-ാമത്തെ അക്കത്തിന് കുറേ ഇപ്പം അതാന്ന് പറയുന്നു. പിന്നെ 4-ാമത്തെ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് എന്നിട്ട് ഇയാളും നന്നാവുന്നില്ല. ജ്ഞാതിയാമവൻ അതിശ്രാന്തനായി വരികിലും നീതിമാൻ കുലശ്രേഷ്ഠൻ നിസ്വനായി വരികിലും പുത്രനില്ലെങ്കിൽ സ്വസാവിനെയും നിജസഖ്യത്യർത്ഥം ദരിദ്രനായി വരികിൽ അവനെയും പണ്ടു ദേവേന്ദ്രനോടാചാര്യനാം ബൃഹസ്പതിയുണ്ടു 4 ഉപദേശം ചെയ്തിട്ടെന്നതും ചൊല്ലാം. ദേവതാസങ്കല്പവും ബുദ്ധിമാന്മാരിൽ അനുഭാവവും വിദ്വാൻമാരോടേറ്റവും വിനയവും പാപകർമ്മണ വിനാശത്തെയും ഇവ 4 താപത്തെ അണയാതെ കളഞ്ഞിടുവാനുള്ളൂ. 5 രക്ഷിക്കേണ്ടും അഗ്നികൾ ഗൃഹസ്ഥന 5 വെവ്വേറെ കേട്ടുകൊള്ളുക ധരാപതേ. ഭാര്യയില്ലാത്തവനും മക്കളില്ലാത്തവനും ഏറ്റവും ദരിദ്രനാണെന്നല്ലാന്ന് പറയുന്നു. താതനും ജനനിയും ആത്മാവും അഗ്നിദാനം പ്രീതനാം ആചാര്യനും അഞ്ചിതെന്നറിഞ്ഞാലും 5 കാര്യങ്ങളുണ്ട് രക്ഷിക്കേണ്ടത്. അതായത് അച്ഛൻ, അമ്മ, ആത്മാവ്, സ്വന്തം ആത്മാവ് അഗ്നി, പിന്നെ ആചാര്യൻ. അങ്ങനെയുള്ളവർ 5നും ഒരാൾ രക്ഷിക്കണം എന്നാ പറയുന്നത്. 5 പേരെയും പൂജിച്ചിടുന്ന പുരുഷനാൽ സഞ്ചിതം യശസ്സെന്നതറികാധാത്രീപതേ. ഭൃത്യന്മാർ, സന്യാസികൾ, ദേവകൾ, പിതൃക്കളും നിത്യമാഗമിച്ചിടും അതിഥി ജനങ്ങളും. ദോഷങ്ങൾ 6 കളയേണ്ടുന്നവ ദോഷജ്ഞോത്തമാ ഭൂമിപാലക. കേട്ടിടണം നിദ്രയും തന്ത്രീഭയം ക്രോധവും ആലസ്യവും പ്രത്യഹം ദീർഘസൂത്രത്വത്തെയും ത്യജിക്കണം. ബുദ്ധിമാനിവർ 6 പേരെയും ഉപേക്ഷിക്കുവാൻ ഭ്രിയിൽ സംഭിന്നയാം തിരയെപ്പോലെ തന്നെ. അപ്രവക്താവാം ആചാര്യനെയും സദാകാലം അപ്രിയവാദിനിയായിടുന്ന പത്നിയെയും അധ്യയനം ചെയ്യാതെ ശിഷ്യനാം അവനെയും സത്വരമരക്ഷിതാവായ രാജാവിനെയും ഗോപാലൻ ഗ്രാമകാമനായിടിൽ അവനെയും നാവികൻ വനകാമനായിടിൽ അവനെയും 6 ഗുണം ഉപേക്ഷിക്കരുതാതെ പുംസാമാറും ചൊല്ലുവൻ സത്യം ദാനവും അനാലസ്യം അനസൂയയും ക്ഷമാധൃതിയും ഇവയെല്ലാം മനസ്സാ ചിന്ത ചെയ്തു ധരിച്ചുകൊള്ളുക വേണം. ഇവർ 5 പൂജിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവര് ഏറ്റവും യശസ് ഉള്ള ആളാണ്. പിന്നെ ഭൃത്യന്മാർ, സന്യാസികൾ, പിന്നെ പിതൃക്കൾ, ദേവകൾ, പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ, അവരെല്ലാം പൂജിക്കണം. പിന്നെ ദോഷങ്ങളുണ്ട്, കുറേ ഉണ്ട് കളയേണ്ടത്. നിദ്ര, തന്ത്രീഭയം എന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാര, ക്രോധം, ആലസ്യം, പിന്നെ ദീർഘസൂത്രത്വം, അതെല്ലാം വേണ്ടാത്തവയാണ്. ബുദ്ധിമാനിവർ 6 പേരെയും ഉപേക്ഷിക്കണമെന്ന്. അബ്ദിൽ സമ്പൻ തിരമാല പോലെ. അപ്രവക്താവാം ആചാര്യനെയും, അതായത് വേണ്ടാത്തത് പറയുന്ന ആചാര്യനായാലും, പിന്നെ വേണ്ടാത്ത തന്നെ പറയുന്ന പത്നിയായാലും, പഠിക്കാത്ത ശിഷ്യനായാലും, പിന്നെ രാജ്യം രക്ഷിക്കാത്ത രാജാവിനായാലും, ഗോപാലൻ എനിക്ക് ഗ്രാമം വേണമെന്ന് ആഗ്രഹിക്കുന്നവനായാലും അവനെയും, നാവികൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പോന്നെ സമുദ്രത്തിൽ ബോട്ടിലും എല്ലാം പോകുന്ന അവരെ നാവികൻ എന്ന് പറയല്. അവർ വനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയും എല്ലാം വേണ്ടാന്ന് വെക്കേണ്ടതാണ്. പിന്നെ ഉപേക്ഷിച്ചുകൂടാതെ 6 കാര്യങ്ങളുണ്ട്. അനസൂയ, അതായത് ആരോടും അസൂയയില്ലാതെ, ക്ഷമ, ധൃതി, പിന്നെ അതെല്ലാം നമുക്ക് വേണ്ടുന്നതാണ്. 6 പേരുണ്ടു ജീവിച്ചിടുന്നേ ധനാരഥം 6 പേരിലും പിന്നെ 7-മതാരുമില്ല. ഇനിയിപ്പം പിന്നെ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ 1 തൊട്ട് 6-ാമത്തെ വരെ പറഞ്ഞു. അങ്ങനെ എത്രയോ പറയാനുണ്ട്. ഈ വിതുരവാക്യം ഇന്നും നാളെയും പറഞ്ഞാൽ തന്നെ തീരുന്നതല്ല. അത്രയും കാര്യങ്ങൾ വിതുരർ ഉപദേശിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം നന്നായിട്ടില്ല. ഇനി നമുക്ക് ബാക്കി വിതുരവാക്യമൊക്കെ നാളെ നോക്കാം.
ഇന്ന് ഇതുവരെ പാരായണം ചെയ്തതും അനുസ്മരിച്ചതുമൊക്കെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദപത്മത്തിൽ പൂജാമലരുകളായി സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ 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 നാരായണ.